ചുമ്മാ നല്ല ടേസ്റ്റ് ആട്ടോ. ഇന്ന് ഞാൻ ഇടിയപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതും കൈ നനയ്ക്കാതെ കുഴയ്ക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം. ഇതൊരു പരീക്ഷണമാണ് കേട്ടോ. ഞാൻ എൻ്റെ മാവ് ഒഴിക്കുന്ന മിക്സിയുടെ ജാറിൻ്റെ അകത്താണ് കേട്ടോ ഇതിൻ്റെ മാവ് റെഡിയാക്കാൻ പോകുന്നത്. എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇതിൻ്റെ അകത്ത് ഇടിയപ്പത്തിൻ്റെ മാവ് കുഴിക്കുന്നത്. ചപ്പാത്തി മാവൊക്കെ ഞാൻ കുഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ 3 ഗ്ലാസ് നൈസായിട്ടുള്ള അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ കൂടെ പാകത്തിന് ഉപ്പും പിന്നെ കുറച്ച് നെയ്യും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ നല്ല ചൂടുവെള്ളം, നല്ല തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. ഞാൻ ആ അരിപ്പൊടി എടുത്തില്ലേ, അതേ ഗ്ലാസ്സിൽ തന്നെ 3 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട്. വെള്ളം കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ടാണ് ഞാൻ കറക്കി എടുത്തിട്ട്. 3 ഗ്ലാസ് അരിപ്പൊടിക്ക് 3 ഗ്ലാസ് വെള്ളം കറക്റ്റ്. ഈ മാവ് കൊഴിക്കുന്ന മിക്സിഡ് ജാർ എല്ലാവരുടെ അടുത്ത് ഉണ്ടാവത്തില്ലെന്ന് എനിക്കറിയാം. അവർക്ക് വേറൊരു ഐഡിയ ഉണ്ട്. 3 ഗ്ലാസ് വെള്ളത്തിനകത്തോട്ട് കുറച്ച് ഉപ്പും നെയ്യും ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന്, എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് 3 ഗ്ലാസ് അരിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്താൽ മതി. അപ്പോഴും നമുക്ക് കയ്യിലൊന്നും പറ്റിക്കാണ്ട് മാവ് കുഴച്ചെടുക്കാനായിട്ട് പറ്റും. അതിന് മുമ്പ് ഒരു വീഡിയോയിൽ നമ്മൾ എത്രയാണോ വെള്ളം എടുക്കുന്നത് അത്രയും തന്നെ അരിപ്പൊടി എടുക്കണേ. അപ്പോൾ എൻ്റെ മാവ് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇടിയപ്പത്തിൻ്റെ അച്ഛനകത്തോട്ട് കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി. പിന്നെ ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ പീസ് കാണിച്ചില്ലേ, അതെന്തിനാണെന്നറിയോ? ഇതുപോലെ നമ്മൾ മാവിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ച് കൊടുക്കണം. അതിൻ്റെ ഉള്ളിൽ മാവ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒട്ടും പറ്റിപ്പിടിച്ച് ഇരിക്കത്തില്ല കേട്ടോ. എല്ലാം ഫുള്ളായിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് ചുരിച്ചെടുക്കാനായിട്ട് പറ്റും. ഇല്ലെങ്കിൽ അതുപോലത്തെ ആ പീസ് വെച്ചില്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒത്തിരി മാവ് ബാക്കി വരും കേട്ടോ. അതുകൊണ്ട് ഇതുപോലത്തെ ഒരു പീസ് അത് നല്ലൊരു ടിപ്പാണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പീസ് അതിൻ്റെ വട്ടത്തിൽ കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ട് മുകളിൽ വെക്കുകയാണെങ്കിൽ ഒട്ടും ഒട്ടിപ്പിടിക്കത്തില്ല കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാവേ. ഇതിൻ്റെ ഉള്ളിൽ നോക്കിയാൽ ഒട്ടും മാവ് ബാക്കി വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ ചുറ്റിച്ചെടുക്കാനായിട്ട് പറ്റും. ഫുള്ളായിട്ടും ഇങ്ങ് പോരുവേ. അപ്പോൾ ഇതുകൊണ്ട് ഒട്ടും തന്നെ മാവ് നമുക്ക് ബാക്കി വന്നിട്ടില്ല. ഇനി ഇതാ എനിക്ക് ലാസ്റ്റ് ഇതൊരു ഇച്ചിരി ബാക്കി വന്നിട്ടുണ്ട്. അത് ഞാൻ ഉണ്ടിട്ട് അതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ആവിയിൽ ഒരു 2 മിനിറ്റ് ഇത് വേവിച്ചെടുത്താൽ മതി കേട്ടോ. 2 മിനിറ്റ് വേവിക്കുമ്പോൾ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം ഇതാ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ വേറെ കറിയൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. ഇത് ചുമ്മാ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പം ഞങ്ങളിന്ന് പാലും പഞ്ചസാരയും കൂടെ കൂട്ടിയാണ് കേട്ടോ ഇത് കഴിക്കുന്നത്. പാലിനകത്ത് കുറച്ച് പഞ്ചസാര ഇട്ട് ആ പാൽ ഒഴിച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിള്ളേർക്കൊക്കെ അങ്ങനെ കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം.